വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. കൊല്ലം ഉമയനല്ലൂരിൽ ദേശീയപാതയ്ക്ക് സമീപത്ത് വെച്ചാണ് പട്ടാപ്പകൽ യുവാവിനെ കൊല്ലാൻ ശ്രമം നടന്നത്. പള്ളിമുക്ക് സ്വദേശി അലി, മണ്ണാംകുളം വീട്ടിൽ സൽമാൻ ഫാരിസ് എന്നിവരെ കൊട്ടിയം പോലീസാണ് പിടികൂടിയത്. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന കാരണത്തെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ദൃശ്യങ്ങളിൽ കണ്ട പോലെ തലനാരിഴയ്ക്കാണ് തട്ടാമല സ്വദേശി ആക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ മാസം 22-നാണ് സംഭവം. തട്ടാമല സ്വദേശി അല്ലമീൻ ഓടിച്ചിരുന്ന കാർ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ തട്ടാൻ ശ്രമിച്ചെന്നും ഇവരുടെ വാഹനത്തിന് കടന്നുപോകാൻ സൈഡ് നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു ആക്രമണം. അല്ലമീനെ കുത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. കേസിലെ 2ാം പ്രതിയായ സൽമാൻ ഫാരിസിന് അന്ന് തന്നെ പോലീസ് വാഴപ്പള്ളിയിൽ നിന്നും പിടികൂടി. സൽമാൻ പിടിയിലായെന്നറിഞ്ഞ് 1ാം പ്രതി അലി ഒളിവിൽ പോയെങ്കിലും ഇയാളെ മേവറത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തു നിന്നും പോലീസ് വലയിലാക്കി. പ്രതികൾ കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. സംഭവ ദിവസം അറസ്റ്റ് ചെയ്ത സൽമാൻ ഫാരിസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 2ാം പ്രതി അലിയെയും കൂടുതൽ അന്വേഷണത്തിന് ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ SHO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് മലയാളം, കൊല്ലം.